ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർക്കാരുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണ്. കമീറ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതുപോലെ ഈ റമദാന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡോ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര പോരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത്. അതല്ല മറ്റേ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് വെക്കണം, അതൊന്ന് പൊങ്ങി വരാനായിട്ട്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഇതേപോലെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലൊരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരു ഡോ ആയിട്ട് എടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അല്പം ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് പൊങ്ങി വരുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടിയും വീർത്ത് വരും. അതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പാത്രത്തിന്മേൽ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവും കേട്ടോ. അപ്പോൾ ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നോക്കിയത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. ഞാനത് ഇതേപോലെ ഒരു 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൻ്റെ തിക്നെസ് കുറച്ച് ഉണ്ടാവണം കേട്ടോ. നമുക്കൊരു ഇതേപോലെ ഒരു ബോളാക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഇതല്ലാതെ ഇതേപോലെ ഒരേ തിക്നെസ്സിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ. ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി അത് പൊങ്ങി വരും. വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാനായിട്ടുള്ളതാണ്. അത്യാവശ്യം തിക്കായിട്ടാണല്ലോ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന ആ ഒരു സൈസിനേക്കാളും കുറച്ചും കൂടി ഡബിളായിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഭാഗത്തേക്ക് വെളിച്ചെണ്ണ ആവുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാതും ഇനി റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞ് പോയിട്ട് ഉള്ളു വേവാതെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസായിട്ട് ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം എടുക്കാനായിട്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഉപ്പും മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കായം പാട്ടി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ അല്ലാതെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര പോരം മതി. ഞാനൊരു 8 പീസാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ട് ഇത്ര മതിയാവും.
ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവോളയാണ് എടുത്തേക്കുന്നത്. അത് കനം കുറഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വാടി കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുള്ളതാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പിൻ്റെ അളവ്. പിന്നെ ഇതിലേക്ക് അല്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, അത് 3/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതും കൂടി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് സോസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ സോസും ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ചില്ലി ചിക്കൻ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. അപ്പോൾ ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബണ്ണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യരുത്, ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് മയോണൈസ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ. അപ്പോൾ മയോണൈസ് നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. മയോണൈസ് ഒന്നില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കാമല്ലോ. അപ്പോൾ ഈ മയോണൈസ് ആദ്യം തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഈ മസാല റെഡിയാക്കിയത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് മസാല വെച്ച് കൊടുത്താൽ ഉണ്ടാവുക. ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റമദാനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.